പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞയാഴ്ച നാം സംസാരിച്ചത് പരിശുദ്ധ റമളാനും നോമ്പും നമുക്ക് നൽകുന്ന പാഠം എന്താണ് എന്നതിനെക്കുറിച്ചായിരുന്നു. ഒരു സത്യവിശ്വാസി തന്റെ ആശകളെയും ആഗ്രഹങ്ങളെയും റബ്ബിന്റെ പ്രീതിക്ക് വേണ്ടി ത്യജിച്ചുകൊണ്ട് സ്വന്തം മനസ്സിനോട് ധർമ്മസമരത്തിലേർപ്പെട്ട് മുന്നേറിയാൽ അതിന്റെ ഫലമായി കിട്ടുന്നത് അല്ലാഹുവിന്റെ കൂട്ടാണ്, അല്ലാഹുവിനെ കൂടെ കിട്ടും എന്ന് പരിശുദ്ധ ഖുർആൻ കൊണ്ട് വിശദീകരിക്കുകയും നിങ്ങൾ കേൾക്കുകയും ചെയ്തു. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനും വ്രതാനുഷ്ഠാനവും രാജാതിരാജനായ റബ്ബിലേക്കുള്ള രാജപാത തന്നെയാണ്. ഇതുവഴി നമ്മെ അല്ലാഹു അവനിലേക്ക് ആത്മീയമായി മാനസികമായി കൊണ്ടുപോവുകയാണ്. രാജാധിരാജനായ റബ്ബിലേക്കുള്ള രാജപാത താണ്ടിക്കടക്കാൻ എന്താണ് വേണ്ടത്? സഹനവും ത്യാഗവുമാണ് അതിന് വേണ്ടത്. സഹനം കൊണ്ടും ത്യാഗങ്ങൾ കൊണ്ടും, ത്യാഗങ്ങൾ ഏറ്റുവാങ്ങൽ കൊണ്ടും മാത്രമേ അതിന് സാധ്യമാകൂ. പരിശുദ്ധ റമളാനിന്റെ 17-ാം ദിവസം നടന്ന പ്രസിദ്ധ ചരിത്രം, ബദർ യുദ്ധ ചരിത്രവും നമുക്ക് നൽകുന്ന പാഠം ഇത് തന്നെയാണ്. ഈ പാഠം, അല്ലാഹുവിലേക്കുള്ള വഴി. എന്താണ് ബദർ യുദ്ധ ചരിത്രം നമുക്ക് നൽകുന്ന പാഠം? പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ തളരാതെ, തകരാതെ, ഈമാൻ കൊണ്ടും സ്വബർ കൊണ്ടും പിടിച്ചു നിന്ന് അല്ലാഹുവിന്റെ നിർദ്ദേശം പാലിച്ച് മുന്നേറിയാൽ വിജയം കിട്ടും എന്ന പാഠമാണ് ബദർ യുദ്ധ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മള് ബദർ യുദ്ധ വിജയം നമ്മൾ ആഘോഷിക്കും. ബദർ യുദ്ധത്തിന്റെ വിജയ ചരിത്രം നമ്മൾ കേൾക്കും. എന്തുകൊണ്ട് ബദറിൽ വിജയിച്ചു, എങ്ങനെ വിജയിച്ചു, ആ വിജയം കിട്ടാനുണ്ടായ വഴികൾ എന്താണ്, വിജയത്തിലേക്ക് എത്തിച്ച നാൾ വഴികൾ ഏതൊക്കെയാണ്? ഇതാണ് ഇമ്പോർട്ടന്റായി, പ്രധാനമായി നമ്മൾ പഠിക്കേണ്ടത്, അല്ലേ? ഇപ്പൊ ഒരു കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ അതിന്റെ വിളവെടുപ്പ് മാത്രം പറയാ. 10 ടൺ നെല്ലാണ് കൊയ്തെടുത്തത്, എന്തോരം തൊഴിലാളികളായിരുന്നു വയലിൽ നിറഞ്ഞത്, ചാക്കുകെട്ടിൽ കൊണ്ടുപോയി നല്ല വിലക്ക് വിറ്റു. അങ്ങനെയല്ലല്ലോ പറയേണ്ടത്. ഇത്ര വിളവ് കിട്ടിയതിന്റെ വിത്തെന്താണ്, അത് എങ്ങനെയാണ് കൃഷി ചേർത്തത്, എന്തൊക്കെ വളങ്ങളാണ് ചേർത്തത്, കർഷകന്റെ പെടാപാടുകളും പ്രയാസങ്ങളും ശ്രമകരമായ ജോലികളും അതറിഞ്ഞിട്ടാണ് വിളവിനെക്കുറിച്ച് ആലോചിക്കേണ്ടത്. ഒരു കച്ചവടം, വമ്പൻ ലാഭമുള്ള ബിസിനസ്സാണ് വണ്ടി കച്ചവടം. അതിന്റെ ലാഭം, ഒരു വണ്ടി വിറ്റിട്ട് 50,000 അങ്ങോട്ട് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് മാത്രം കേട്ട് പോകാൻ പാടില്ല. അത് മേടിച്ചത് എങ്ങനെ ഒതുക്കി മേടിച്ചു, എന്നിട്ട് കസ്റ്റമേഴ്സിനെ പരതി നടന്നു, ഈ ശ്രമങ്ങളൊക്കെ അറിയണം. വെറും ലാഭത്തിന്റെ കഥയും കൊയ്ത്തുകാല വിളവെടുപ്പിന്റെ കഥയും കേട്ടു പോകാൻ പറ്റില്ല. ഇതുപോലെ ബദർ യുദ്ധ വിജയ ചരിത്രം മാത്രം കേട്ടുപോയാൽ പറ്റൂല. എങ്ങനെയാണ് ആ വിജയത്തിലേക്ക് എത്തിയത്, അതിന്റെ നാൾ വഴികൾ. മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും വലിയ വലിയ പ്രതിസന്ധികളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും സഹിക്കുകയും ക്ഷമിക്കുകയും അങ്ങേയറ്റം പിടിച്ചു നിൽക്കുകയും ചെയ്തതിന്റെ ഫലമാണ് യുദ്ധത്തിലെ വിജയവും സമാധാനവും വന്നെത്തിയത്. നബിതങ്ങളും സഹാബാക്കളും കാല് നനയാതെ മീൻ പിടിച്ചു പോന്നൂന്ന് ഒരിക്കലും നമുക്കങ്ങനെ മനസ്സിലാക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ ഹബീബും പ്രിയപ്പെട്ട ബദരീങ്ങളും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ
നിരവധി അനവധി പരീക്ഷണങ്ങളും പ്രതിസന്ധികളും ഏറ്റുവാങ്ങുകയും അത് അനുഭവിക്കുകയും അവിടെ ക്ഷമിക്കുകയും നിശ്ചയദാർഢ്യത്തോടെ പിടിച്ചു നിൽക്കുകയും ചെയ്തു. അതിന്റെ ഫലമാണ് ബദറിലെ വിജയം. മാനസികമായി തളർത്തിയില്ലേ, ശാരീരികമായി ഉപദ്രവിച്ചില്ലേ, സാമ്പത്തികമായ ഉപരോധം ഏർപ്പെടുത്തിയില്ലേ? എങ്ങനെയാണ് മാനസികമായി തളർത്തിയത്? പടച്ച തമ്പുരാന്റെ പരിശുദ്ധ വചനങ്ങൾ പുണ്യഹബീബിന് അവതീർണമായപ്പോൾ തന്റെ മുന്നിലുള്ള നാട്ടുകാർക്ക് ആ പരിശുദ്ധ വചനം മുത്ത് റസൂൽ ഓതിക്കേൾപ്പിച്ചു കൊടുക്കുകയാണ്. ദിശാബോധമില്ലാതെ ഇരുട്ടത്ത് തപ്പിത്തടയല്ലേ ജനമേ, നാട്ടുകാരെ, ഖുറൈശിക്കൂട്ടമേ. ഇത് ദൈവീക സന്ദേശങ്ങളാണ്, ആകാശലോകത്ത് നിന്ന് എനിക്ക് വന്നു കിട്ടിയ മെസ്സേജുകളാണ് എന്ന് പറഞ്ഞ പരിശുദ്ധ വചനങ്ങൾ ഓതിക്കേൾപ്പിച്ചപ്പോൾ മാനസികമായ ഉപദ്രവങ്ങൾ. എങ്ങനെയാണ് ഭൂരിപക്ഷം ആളുകളും അതിനെ ഏത് നിലക്കാണ് കണ്ടത്? ഖുർആൻ ഓതിക്കേട്ടപ്പോ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അവരുടെ പ്രതികരണങ്ങളും തെറിയഭിഷേകങ്ങളും കുത്തുവാക്കുകളും പരിഹാസങ്ങളും ഖുർആൻ തന്നെ പറയുന്നുണ്ട്. ഹാദാ അസാത്വീറുൽ അവ്വലീൻ, ഇത് പൂർവീകരുടെ കെട്ടുകഥകളാണ് മുഹമ്മദേ, ഇതൊന്നും ഞങ്ങൾ അംഗീകരിക്കില്ല. പൂർവീകരെ കുറിച്ച് കുറെ കെട്ടുകഥകൾ ഉണ്ടാക്കി തട്ടിവിടുക. അൽഗാസു അഹ്ലാം, ഈ ഒരു പരിഹാസത്തിലും കുറ്റപ്പെടുത്തലിലും ഒതുങ്ങിയില്ല. അൽഗാസു അഹ്ലാം, ഇത് പൊട്ടക്കിനാവുകൾ, പാഴ്ക്കിനാവുകളാണ്. ചുമ്മാ ഇരുന്നിങ്ങനെ ആലോചിച്ചിങ്ങനെ മനസ്സിൽ രൂപപ്പെട്ട ചില ആശയങ്ങള് പാഴ്ക്കിനാവുകളായി ഓതിത്തരല്ലേ ഇത്. ഇന്നക ലമജ്നൂൻ, തീർച്ചയായിട്ടും നീ ഭ്രാന്തൻ തന്നെ. എത്ര കനത്ത ഭാഷയിലാ ഇന്നക ലമജ്നൂൻ. അറബ് പഠിച്ചവർക്കറിയാം. ഹാദാ സാഹിറുൻ കദ്ദാബ്, ഇയാള് കൂടോത്രക്കാരനാണ്, മാരണക്കാരനാണ്. കദ്ദാബ് പെരുങ്കള്ളനാണ്. എന്തിനാണ് അള്ളാഹു മുത്തുനബിയെ ചീത്ത പറഞ്ഞതും ആക്ഷേപിച്ചതും മാനസികമായി തളർത്താൻ വേണ്ടി അവർ പ്രയോഗിച്ച പദങ്ങളും ഖുർആനിലൂടെ ഇറക്കിയത്? എന്തിനാ കൂട്ടരെ? അവര് പറഞ്ഞ തെറിയൊക്കെ അള്ളാഹു ഖുർആനിൽ തന്നെ പറഞ്ഞിരിക്കുക. അവരിങ്ങനെയൊക്കെ എന്റെ ഹബീബിനെ തെറി പറഞ്ഞു. എന്തിന്? അതിന്റെ ഉത്തരം ഒന്നു മാത്രമാണ്. ആ പാരമ്പര്യത്തിൽ, ആ പൈതൃകത്തിൽ, ആ താവഴിയിൽ വരുന്ന, ലോകാവസാനം വരുന്നവരെ വരുന്ന മുസൽമാന്മാർ, സത്യവിശ്വാസികൾ ഇത്തരം കുത്തുവാക്കുകളും പരിഹാസങ്ങളും തെറിയഭിഷേകങ്ങളും ഏറ്റുവാങ്ങേണ്ടി വരും കൂട്ടരെ. ഇത് നിങ്ങളുടെ നേതാവ് കേട്ട പരിഹാസമാണ്, തെറിവിളികളാണ്. ഇത് സത്യപ്രസ്ഥാനത്തിന്റെ ആളുകൾ എന്നും കേൾക്കേണ്ടി വരും. ഇത് പറഞ്ഞു തരാനാ. ശാരീരികമായ ഉപദ്രവങ്ങൾ എത്ര? ഇത് ബദർ അങ്ങോട്ട് ജയിച്ചു, 313 ആൾക്കാർ പോയി, തല കൊയ്തിട്ട് വിജയിച്ച് ഗനീമത്തും കൊണ്ട് വന്നു. ഈ കഥ ഇങ്ങനെ പാട്ട് മോയിൻകുട്ടി വൈദ്യരെ ഈരടികളോടെ പാട്ടോടെ നല്ല രസമുണ്ടാവും കേൾക്കാൻ. എങ്ങനെ ജയിച്ചത്? ഏതവസ്ഥയിലാണ് അവർ ബദറിൽ എത്തിയത് അറിയണ്ടേ? ശാരീരികമായ ഉപദ്രവങ്ങൾ മക്കാ ജീവിതകാലത്ത് എത്രയാണ് അള്ളാഹുവിന്റെ റസൂലും പ്രിയപ്പെട്ട സ്വഹാബാക്കളും സഹിച്ചത് പ്രിയരെ, എത്രയാണ്? ഇമാം ബുഖാരി സ്വഹീഹിൽ പറഞ്ഞു തന്ന ഒരു ചരിത്രം, ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്ത്തിന്റെ ഉപദ്രവം. ആദരവായ പുണ്യഹബീബ് കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏക ഇലാഹിന്റെ മുന്നിൽ ധ്യാന നിമഗ്നനായി പ്രാർത്ഥനയിൽ മുഴുകി നിൽക്കുന്ന നേരത്താണ് ദുഷ്ടനായ വൃത്തികെട്ടവനായ മുശിരിക്കായ ഉഖ്ബത്ത് ഇബ്നു അബീ മുഅയ്ത്ത് ചാടി ഓടി വന്ന് പ്രവാചകരുടെ ചാരത്ത് വന്നുകൊണ്ട് തന്റെ മുണ്ടെടുത്ത് അള്ളാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ പരിപാവനമായ പുണ്യമായ ആ കഴുത്തിലിട്ടങ്ങട്ട് മുറുക്കിയത്. ബുഖാരിയിലതാ.
മുണ്ടെടുത്തിട്ട് കഴുത്തിലങ്ങട്ട് മുറുക്കിയിട്ട് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കുമ്പോ അപ്പോഴേ കഥാ പ്രിയപ്പെട്ട തോഴൻ വിശ്വാസികളിലെ കാരണവർ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ കുതിപ്പാണങ്ങോട്ട്. എന്നിട്ട് ഉഖബത്തിനെ തള്ളി വകഞ്ഞ് മാറ്റി, തള്ളി ഉന്തി മാറ്റിക്കൊണ്ട് ചോദിച്ചു, അത്തഖ്തുലൂന റജുലൻ അൻ യഖൂല റബ്ബി അല്ലാഹ്. എന്റെ നാഥൻ അല്ലാഹുവാണെന്ന് പറഞ്ഞൊരു മനുഷ്യനെ ആ കാരണത്തിൽ കൊല്ലാൻ നോക്കാടോ. പിടിച്ചിട്ട് തള്ളി ഒഴിവാക്കി രക്ഷപ്പെടുത്തി. ഈ ഉഖബത്താണല്ലോ, ഉഖബത്തിന്റെ നേതൃത്വത്തിലാണല്ലോ ഒരാഴ്ച പഴക്കമുള്ള ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ പണ്ടം, ഒരാഴ്ച പഴക്കണ്ടെന്ന പുഴുക്കളരിക്കുന്നുണ്ടാകും, ദുർഗന്ധം കൊണ്ട് അയലത്തേക്ക് പോകാൻ പറ്റൂല. അങ്ങനത്തെ ആ മാലിന്യ പണ്ടം കഅബാലയത്തിന്റെ തൊട്ടടുത്ത് മത്താഫിൽ ഇന്നത്തെ പോലെ മാർബിളല്ല, ഇറ്റാലിയൻ മാർബിളല്ല, മണലാരുണ്യമാണ്. സുജൂദിൽ കിടക്കുന്ന തങ്ങളുടെ കഴുത്തിൽ ചാർത്തിക്കൊടുത്തത് തലപൊക്കാൻ പറ്റാതെ കുമാരിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, പുണ്യമകള്, പൊന്നാര മകള് വന്നിട്ടല്ലേ ഒന്ന് റിലീസാക്കി വലിച്ച് അത് മാറ്റിക്കൊടുത്തത്. ഖുറൈശിക്കൂട്ടം സുജൂദിൽ കിടക്കുന്ന അള്ളാഹുവിന്റെ ഹബീബിന്റെ തലയിൽ മണ്ണ് വാരിയിട്ട് തല മുഴുവൻ മൂടുമാറ് എല്ലാവരും ഒന്നിച്ച് കയ്യിലുള്ള പാത്രങ്ങളിൽ മണ്ണ് ശേഖരിച്ചു കൊണ്ടുവന്ന് സുജൂദിൽ കിടക്കുന്ന തങ്ങളുടെ തലയിൽ മണ്ണിട്ട് മൂടിയില്ലേ? ശ്വാസം മുട്ടിയ അള്ളാഹുവിന്റെ ഹബീബ് ആ മണ്ണിന്റെ കൂമ്പാരത്തിൽ നിന്ന് തല വലിച്ചെടുത്തൊരു പരുവത്തിൽ എണീറ്റ് വീട്ടിലേക്ക് പോകുന്നു. ശരീരമാസകലം പൊടിമണ്ണ് പുരണ്ട പൊന്നുപ്പായുടെ വരവ് കണ്ട ഫാത്തിമ മോൾ അകത്തേക്ക് ഓടുന്നു തോൽപാത്രത്തിൽ വെള്ളമെടുത്ത് കുളിപ്പിക്കാൻ. ഈ രംഗം കണ്ണീരിൽ ചാലിച്ച കവിതയായി മലയാളത്തിന്റെ മഹാനായ കവി വെള്ളത്തോൾ പോലും കവിതയായി രചിച്ചിട്ടുണ്ട്. ആമൂർത്തപാദം പൊടിമൺ പുരണ്ട പിതാവിനെ കണ്ടതിവെമ്പലോടെ താൻ കുളിപ്പിപ്പതിനായി മുതിർന്നു നിറഞ്ഞ കുമ്പോടുകമോടുകൂടെ പിടിച്ചിരുത്തി ചളി പോക്കുവാനായി തണ്ണീർ കുടം കൊണ്ടഴലാണ്ട പുത്രി താൻ തന്റെ ഗാത്രങ്ങളിലാപതിച്ചു കുമാരിയാൾ തൽ ചുടുകണ്ണുനീരും താൻ തന്റെ ഗാത്രങ്ങളിലാപതിച്ചു കുമാരിയാൾ തൻ ചുടുകണ്ണുനീരും. എന്താണ് കവി പറയുന്നത്? ദേഹമാസകലം മണ്ണ് പുരണ്ട് ശത്രുക്കളുടെ പീഡനമേറ്റ് ഓടിവന്ന പൊന്നുപ്പ തന്റെ മുന്നിൽ കുളിക്കാൻ റെഡിയായിരുന്നപ്പോ തോൽപാത്രത്തിലെ വെള്ളം കൊണ്ടുവന്ന് പൊന്നുപ്പയുടെ ശിരസിലേക്ക് ഒഴിച്ച് ആ വെള്ളം തലയിലെത്തുന്നതിന്റെ മുമ്പ് കുമാരിയുടെ ചൂടുള്ള കണ്ണുനീരാണ് ആ ശരീഫായ പുണ്യപ്പൂമേനിയിൽ പതിച്ചത് എന്നാണ് കവി പറഞ്ഞു തരുന്നത്. പ്രിയമുള്ളവരെ, എന്തൊക്കെ സഹിച്ചു, എന്തൊക്കെ സഹിച്ചു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഇന്ത്യ മഹാരാജ്യത്തിന്റെ തലസ്ഥാന നഗരിയിൽ നിന്നുള്ളൊരു വാർത്ത നമ്മൾ കണ്ടു. ന്യൂഡൽഹിയിലെ ഒരു മെട്രോ സ്റ്റേഷന്റെ സമീപത്തൊരു ജുമുഅത്ത് പള്ളി. വെള്ളിയാഴ്ച ഒത്തുകൂടിയ ജനങ്ങൾക്ക്, വിശ്വാസികൾക്ക് പള്ളി സൗകര്യപ്രദമല്ല. വിശ്വാസികളുടെ ബാഹുല്യം കാരണം പള്ളി വിട്ട് റോട്ടിലേക്ക് സൊഫ് നീണ്ടുപോയി. പലരും റോട്ടിലാണ് ജുമുഅ നിസ്കാരത്തിന് നിന്നത്. ആ സമയത്ത് മനോജ് കുമാർ തോമർ എന്ന് പേരുള്ള സബ് ഇൻസ്പെക്ടർ പോലീസ് ഉദ്യോഗസ്ഥൻ SI അതുവഴി കടന്നു വന്ന് സുജൂദിൽ കിടക്കുന്ന മുസൽമാനെ പിറകിൽ നിന്ന് ചവിട്ടി മറിച്ച വാർത്ത നമ്മൾ കണ്ടു. ഈ അടുത്ത ദിവസമാണ്, ഇന്ത്യയിൽ നടന്നതാണ്. ഈ റമളാനിലല്ലേ ഉത്തരേന്ത്യയിൽ തന്നെ ഒരു കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവരുടെ ഹോസ്റ്റലിനകത്ത് തറാവീഹ് നിസ്കാരം സംഘടിതമായി നിർവഹിച്ചപ്പോൾ വെളിയിൽ നിന്ന് വന്ന കാബാലികന്മാർ ക്രൂരമായി ആ വിദ്യാർത്ഥികളെ മർദ്ദിച്ചിട്ട് സാരമായി പരിക്കേറ്റ് ഇന്നും പലരും ആശുപത്രിയിലാണ്. ഇതിനെതിരെ ജനാധിപത്യപരമായി നമുക്ക് സമരം ചെയ്യാം. ലീഗൽ ഫൈറ്റിംഗ്, നിയമപരമായി നമുക്ക് നേരിടാം.
അതിനൊന്നും കുഴപ്പമില്ല, അതൊക്കെ വേണം. പക്ഷേ നമ്മുടെ നേതാവ്, അള്ളാഹുവിന്റെ ആത്മമിത്രം, പുണ്യ ഹബീബ്, സയ്യിദുൽ മുർസലീനായ, റഹ്മത്തുല്ലിൽ ആലമീനായ അള്ളാഹുവിന്റെ റസൂൽ ഇതിനേക്കാൾ കൊടിയ വലിയ പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട് എന്നറിയുമ്പോ നമുക്ക് ആവേശമാണ്. ഇത് മുഅ്മിനിന്റെ വിറാസത്താണ്, അനന്തര സ്വത്താണ്. ഈ അനന്തര സ്വത്ത് കിട്ടാതിരിക്കൂല യഥാർത്ഥ മുഅ്മിനാണെങ്കിൽ എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും കൂട്ടരെ, ഉണ്ടാവും. സാമ്പത്തികമായി ഉപരോധം വന്നില്ലേ? മക്കാ ജീവിതകാലത്ത് ഊരുവിലക്ക് വന്നു. ഒരാഴ്ചയല്ല, ഒരു മാസമല്ല, ഒരു കൊല്ലല്ല, 3 കൊല്ലം ഊരുവിലക്ക്. ശുഅബ് അബീ ത്വാലിബ് എന്ന് പേരുള്ള മക്കയിലെ ഒരു കുന്നിന്റെ ചെരുവിൽ, ഒരു പർവ്വതത്തിന്റെ മലഞ്ചെരുവിലല്ലേ 3 കൊല്ലക്കാലം മുത്തുനബിയും സഹാബാക്കളും ഒറ്റപ്പെട്ട് കഴിഞ്ഞത്? പച്ചില പറിച്ച് കഴിച്ചില്ലേ, വെള്ളം കുടിച്ച് ഇല കഴിച്ച്. ഞങ്ങൾ വിസർജിക്കുമ്പോൾ ഒട്ടകം കാട്ടിക്കുന്ന പരുവത്തിലായിരുന്നു ഞങ്ങളുടെ വിസർജ്യമുണ്ടായിരുന്നത് എന്ന് പറഞ്ഞില്ലേ? ഈ ചരിത്രങ്ങളൊക്കെ ഇത് ഒരു മൊയ്ലിയേർക്ക് വഴുതിനുള്ളൊരു സബ്ജക്റ്റ് ആയിട്ട് കാണണ്ട. എന്നിട്ട് കേറിക്കോട്ടെ മനസ്സിലേക്ക്. ഇത് കേറിക്കിട്ടിയാൽ എന്ത് NRC, എന്ത് CAA, എന്ത് പൗരത്വ നിഷേധം. ഞാൻ പറയുന്നത് ഇതൊക്കെ നല്ലതാണല്ലോ. അങ്ങനെയൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ഒരു പ്രസംഗത്തിന്റെ എല്ലാ വശവും കേട്ടിട്ട് വേണം സ്റ്റേറ്റ്മെന്റ് ഇടാൻ, ജഡ്ജ്മെന്റ് പറയാൻ. ചിരി പകുതി എവിടെ കേട്ടിട്ട്. ഇപ്പൊ നോമ്പിന്റെ 2 ആഴ്ച മുമ്പ് ഞാൻ ഇവിടെ ഒരു സംഗതിയിൽ പറഞ്ഞു, പാർലമെന്റിൽ ധീരമായി ശബ്ദിക്കുന്ന 2 MP-മാര് 2 പാർട്ടിക്കാരെ പറഞ്ഞു. അതിൽ നിങ്ങളിൽ ചില ആൺകുട്ടികളായ ചില പാർട്ടിക്കാർ എന്ത് ചെയ്തു? അവരെ പാർട്ടിക്കാരനായ MP-യെ പറഞ്ഞ് മാത്രം എടുത്തിട്ട് ലോകമാകെ, സൗദി അറേബ്യന്ന്, ദുബൈന്ന്, കാസർഗോട്ട് നിന്നൊക്കെ എനിക്ക് കോള് വരുന്നത്. അതേ പുതിയ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുത്തോന്നും ചോദിച്ചാൽ വിളി. ഞാൻ എന്താ അവിടെ പറഞ്ഞത് നിങ്ങൾക്കറിയാം. നമ്മൾ മതേതരത്വ ചിന്താഗതിക്കാരാണ് നമ്മളൊക്കെ. ഈ കേരളം വിട്ടാല് എല്ലാവരും ആ ഒരു കാഴ്ചപ്പാടിൽ ഒരുമിച്ച് നിൽക്കുകയാണ്. അതുകൊണ്ടൊരു മുസൽമാൻ എന്ന നിലക്ക്, മുസ്ലിങ്ങൾ എന്ന നിലക്ക് ആ ഒരു ചിന്താഗതിയെ നിങ്ങളോട് പങ്കുവെച്ച ഒരു പാർട്ടിയിൽ തലച്ചോറ് പണയം വെച്ചതല്ല. അതുപോലെ കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു, പല സഹോദരന്മാരും തെറ്റിദ്ധരിച്ചു, NRC നല്ലതാണോ മൊയ്ലിയാർ പറയണേ? അല്ല, അത് പരീക്ഷണം തന്നെയാണ്, അത് പ്രതിസന്ധി തന്നെയാണ്. പക്ഷേ അത് വിറാസത്താണ്. മഹാന്മാരായ അംബിയ മുർസലുകൾക്ക് ലഭിച്ച, അവരെ പിന്തുടർന്ന പൂർവീകരായ മുസ്ലിങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് ലഭിച്ച ആ സ്വത്തിന്റെ അനന്തര സ്വത്താണ് എന്ന് തിരിച്ചറിയുകയും ഈമാനോടുകൂടെ പിടിച്ചു നിൽക്കുകയും റബ്ബിന്റെ ആജ്ഞ അനുസരിച്ച് നിലകൊള്ളുകയും ചെയ്താൽ വിജയിക്കുമെന്ന മെസ്സേജാണ് പ്രിയമുള്ളവരെ പറഞ്ഞു തരുന്നത്. പിന്നെ അക്ഷമുണ്ടാകും, അസ്വാസ്ഥ്യം ഉണ്ടാകും, ധൃതി ഉണ്ടാവും. ഇതൊക്കെ മനുഷ്യ സഹജാണ്. മക്കയിൽ അള്ളാന്റെ റസൂലിന്റെ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്തിനും പൊറുതികേട് വന്നു, ബേജാറ് വന്നു, അക്ഷമ വന്നു. സ്വഹീഹുൽ ബുഖാരിയിലതാ സ്വഹാബാക്കൾ പറയുന്ന രംഗം, ശകൗന ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ മുതവസ്സിദുൻ ബുർദതൻ ലഹു ഫീ ളില്ലിൽ കഅബത്തി. ഞങ്ങൾ ഇങ്ങനെ എരിപിരി കൊള്ള, ഇവരെ പരിഹാസം, കുത്തുവാക്ക്, ഊരുവിലക്ക്, നിരന്തരം ഉപദ്രവങ്ങൾ, ശല്യങ്ങൾ. ഇത് കേട്ടും അനുഭവിച്ചും ക്ഷമകെട്ടപ്പോൾ ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങള് കഅബാലയത്തിന്റെ തണലില് നിഴലുള്ള ഭാഗത്ത് മുതവസ്സിദുൻ ബുർദതൻ ലഹു, തങ്ങളുടെ ഒരു പുതപ്പ് ചുരുട്ടിയിട്ട് തലയിണയാക്കിയിട്ട് അതിൽ ചാരി ഇരിക്കുന്ന രംഗം ഞങ്ങൾ കണ്ടു. ആ വിശ്രമിക്കുന്ന വേളയിൽ ഞങ്ങൾ പയ്യെ അള്ളാന്റെ റസൂലിന്റെ ചാരത്ത് ചെന്നിട്ട് പറഞ്ഞു, ശത്രുക്കളിൽ നിന്നേൽക്കുന്ന പീഡനങ്ങളും യാതനകളും പറഞ്ഞിട്ട് പറഞ്ഞു, അലാ തസ്തൻസിറു ലനാ, അലാ തദ്ഉ ലനാ, ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോടൊന്ന് സഹായം തേടാത്തതെന്താ? ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാത്തതെന്താ? ഈ കാബാലികന്മാരുടെ നാശത്തിന് വേണ്ടി ഒന്ന് ദുആ ചെയ്യാത്തതെന്താ? നബിയെ, പോരെ സഹിച്ചത്? ഇത്ര മതിയില്ലേ ഈ പീഡനം, ഈ അടിച്ചമർത്തലുകൾ പോരെ? ഇത് കേട്ട റസൂലുള്ള അവരോട് ശാന്തമായി പറഞ്ഞു, മക്കളിരിക്ക്, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞുതരാം. ഇതൊക്കെ സാർവത്രികമാണ്, ഇത് സ്വാഭാവികമാണ്, ഇത് അനിവാര്യമാണ് മക്കളെ. ഇത് നമ്മുടെ പൂർവീകരിൽപ്പെട്ട ഒരു മുഅ്മിന് ഈമാനിന്റെ പേരിൽ കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങി
അവസാനം ശത്രുക്കൾ ആ മനുഷ്യനെ പിടിച്ചുകൊണ്ടുവന്ന് ഭൂമിയിൽ ഒരു കുഴിയുണ്ടാക്കി ആ കുഴിയിൽ ഇറക്കി നിർത്തി. എന്നിട്ട് തടി അറുക്കുന്ന വാളുകൊണ്ട്, മരത്തടി അറുക്കുന്ന വാളുകൊണ്ട് വന്ന് അദ്ദേഹത്തിന്റെ തലയുടെ നെറുകയിൽ വെച്ച് ചോദിച്ചു, നീ ഈ പ്രസ്ഥാനം വിടാൻ തയ്യാറുണ്ടോ? ആ സമയത്ത് പോലും തന്റെ ആദർശം വലിച്ചെറിയാൻ പൂർവീകരിൽപ്പെട്ട ധീരനായ ആ മുഅ്മിൻ തയ്യാറായില്ല. അവരെന്ത് ചെയ്തു? ആ മനുഷ്യന്റെ നെറുകെ ഈർന്നു മുറിച്ച് രണ്ടായി പിളർത്തി. നമ്മളിപ്പോ എത്രയല്ലേ അനുഭവിച്ചിട്ടുള്ളൂ? അങ്ങനുണ്ട് ചരിത്രം. എന്റെ മക്കളെ, വല്ലാഹി ലയത്തിമ്മന്ന ഹാദൽ അംർ, എന്നും ഇതുപോലെ ആയിരിക്കൂല കുട്ടിയാളെ. ഈ ദീന് പൂർത്തിയാവും, ഈ ദീന് സമ്പൂർണമാകും. എത്രത്തോളം? ഹത്താ യസീറ റാകിബു മിൻ സ്വൻആ ഇലാ ഹളറമൗത്ത്. യമനിന്റെ തലസ്ഥാനമായ സ്വൻആയിൽ നിന്ന് ഹളറമൗത്തിലേക്ക് ഒരു യാത്രക്കാരന് നടന്നു പോകാം. ലാ യഖാഫു ഇല്ലല്ലാഹ് വദ്ദിഇബ അലാ ഗനമിഹി. ഒരു ശത്രുവിന്റെ മുട്ടുസൂചിയെപ്പോലും പേടിക്കാത്ത പരുവത്തിൽ നിർഭയനായി യാത്രക്കാർക്ക് യാത്ര ചെയ്തു പോകാൻ പറ്റുന്ന ഒരു കാലം വരുന്നുണ്ട്. ലാ യഖാഫു ഇല്ലല്ലാഹ് വദ്ദിഇബ അലാ ഗനമി. അല്ലാഹുവിനെയും ആട്ടിൻകൂട്ടത്തെ പിടിക്കാൻ വരുന്ന ചെന്നായ്ക്കളെയും മാത്രം പേടിച്ചാൽ മതിയാകും. ഒരു ശത്രുവിനെയും പേടിക്കാതെ ജീവിക്കാൻ പറ്റുന്ന കാലം വരുന്നുണ്ട്. പക്ഷേ വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾ ധൃതി കാണിക്കുകയാണ്. ഈ ധൃതിയാണ് ഇന്ത്യൻ മുസൽമാന്റെ മുന്നിൽ ഇപ്പുള്ളത്. ഈ ധൃതി ഇനി രാഷ്ട്രീയക്കാരെ ധൃതി കൂട്ടുന്നുണ്ട്, ധൃതിക്ക് വേണ്ട മരുന്നൊക്കെ ഇട്ട് തരുന്നുണ്ട്. വലാകിന്നകും 3 കൊല്ലത്തെ ഊരുവിലക്ക് കഴിഞ്ഞ് ഒന്ന് ആലോചിച്ച് നോക്കണം, എന്തൊക്കെ പീഡനങ്ങൾ അവർ സഹിച്ചത്. വലാകിന്നകും തസ്തഅജിലൂൻ, നിങ്ങൾക്ക് തിരക്കാണ്, തിരക്ക് കൂട്ടല്ലേ. മുഅ്മിനീങ്ങളെ, നമ്മൾ ചിന്തിക്കണം. ഈ ബദറിന് അനുവാദം നൽകി അള്ളാഹു അവതരിപ്പിച്ച ആയത്ത് പഠിച്ചാൽ മതി, ആ ഒരു വിശുദ്ധ സൂക്തം പഠിച്ചാൽ മതി. എപ്പോഴാ ബദറിനെ പുറപ്പെടാൻ പറഞ്ഞേ? ഇങ്ങോട്ട് കിട്ടിയപ്പോ അപ്പ തന്നെ പോയി അടിക്കാൻ പറഞ്ഞോ? ഇങ്ങോട്ട് കൊന്നപ്പോൾ അപ്പ തന്നെ പോയി തിരിച്ചു കൊല്ലാൻ പറഞ്ഞോ? വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടപ്പോ യുദ്ധത്തിനിറങ്ങാൻ പറഞ്ഞോ? ഇല്ല. ബദർ യുദ്ധത്തിന് ആയുധമെടുക്കാൻ അനുവാദം നൽകിക്കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട 2 ആയത്തുകളുണ്ട് ഖുർആനിൽ. സൂറത്തുൽ ഹജ്ജിന്റെ 39-40 വചനങ്ങൾ ഒന്ന് വായിച്ചു നോക്കൂ. ഉദിന ലില്ലദീന യുഖാതലൂന ബിഅന്നഹും ദുലിമു വഇന്നല്ലാഹ അലാ നസ്രിഹിം ലഖദീർ അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ് ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ് വലൗലാ ദഫഉല്ലാഹി الناس ബഅളഹും ബിബഅൾ ലഹുദ്ദിമത് സവാമിഉ വബിഉം വസലവാതും വമസാജിദ് യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറാ വലയൻസുറന്നല്ലാഹു മൻ യൻസുറു ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്. സൂറത്തുൽ ഹജ്ജ് 39-40. എന്താണ് പറഞ്ഞേ? ഉദിന ലില്ലദീന യുഖാതലൂൻ, നിരന്തരം യുദ്ധം സഹിക്കേണ്ടി വന്ന ഒരു സമൂഹത്തിന്, നിരന്തരം വധിക്കപ്പെടൽ അനുഭവിക്കേണ്ടി വന്ന ഒരു വിഭാഗത്തിന്, നിരന്തരം ആയുധപ്രയോഗമേൽക്കേണ്ടി വന്ന ഒരു സംഘത്തിന് നാം ഇതാ അനുവാദം നൽകുന്നു. അവർക്ക് അനുവാദം നൽകപ്പെടുന്നു, തിരിച്ചടിക്കാൻ അനുവാദം കൊടുക്കുന്നു. എന്തുകൊണ്ട്? ബിഅന്നഹും ളുലിമു, അവർ മർദ്ദിതരാണ്, അവർ പീഡിതരാണ് എന്നതാണ് കാരണം. ഇസ്ലാം വാളുകൊണ്ട് പ്രചരിച്ചു എന്നാണ് യുക്തിവാദികൾ പറയുന്നത്, ഇസ്ലാമിന്റെ ശത്രുക്കൾ പറയണേ. അവർ മർദ്ദിതരാണ്, അവർ പീഡിതരാണ്, അവർ നിരന്തരം അക്രമങ്ങൾ സഹിച്ചവരാണ്. തീർന്നില്ല. അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം ബിഗൈരി ഹഖ്, അകാരണമായി പൗരത്വം നിഷേധിച്ച് വീടുകളിൽ നിന്നും നാടുകളിൽ നിന്നും ഇറക്കി വിടപ്പെട്ടവരാണവർ. അതെ, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, സ്വഭവനങ്ങളിൽ നിന്ന്, സ്വരാജ്യങ്ങളിൽ നിന്ന്, നാടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടവരാണവർ. എന്ത് കുറ്റത്തിന്? ബോംബ് വെച്ചതിനല്ല. ബിഗൈരി ഹഖ്, ഒരു കാരണവുമില്ല. ഇല്ലാ അൻ യഖൂലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ നാഥൻ അല്ലാഹുവാണെന്ന് പറഞ്ഞ കുറ്റം മാത്രം.
രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ ഉത്തരവാദപ്പെട്ട ഒരു നേതാവിന്റെ പ്രസ്താവന കഴിഞ്ഞ ദിവസം വന്നല്ലോ. പൗരത്വം മുണ്ടുപൊക്കി നോക്കിയിട്ട് പരിച്ഛേദം നോക്കിയിട്ട് വേണം പൗരത്വം കൊടുക്കാന്. ശരീരത്തിലൊരു അവയവത്തിന്റെ തുമ്പ് മുറിഞ്ഞതൊന്നുമല്ല, മുറിയാത്തതും മുറിഞ്ഞതും ഒന്നുമല്ല പ്രശ്നം. ഇല്ലാ അൻ യഖൂലു റബ്ബുനല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വക്താക്കളായതാണ് പ്രശ്നം. എന്നിട്ട് അല്ലാഹു പറയാണ്, വലൗലാ ദഫഉല്ലാഹിന്നാസ ബഅലഹും ബിബഅൽ, അല്ലാഹു ചിലരെ കൊണ്ട് ചിലരെ ഒതുക്കിയിട്ടില്ലെങ്കിൽ, അല്ലാഹ് ഇറങ്ങി വന്ന് ഒതുക്കൂല. പിന്നെ മലായിക്കത്തിനെ വിട്ടിട്ട് ഈ ചിലരിൽ മലായിക്കത്തിനെ ഉൾപ്പെടുത്തും. അല്ലാഹ് ഡയറക്റ്റ് ആയിട്ട് ഇറങ്ങി വന്ന് ഒതുക്കൂല. അല്ലാഹു ചിലരെ കൊണ്ട് ഒതുക്കിയിട്ടില്ലെങ്കിൽ ഇവിടെ ചില പ്രശ്നം നടക്കും. എന്താ പ്രശ്നം? ഇപ്പൊ മണിപ്പൂരിൽ നടക്കുന്ന പ്രശ്നം അല്ലാഹ് ഖുർആനിൽ പറയുന്നത്, ലഹുദ്ദിമത്ത് സവാമിഉ വബിയഉൻ വസലവാത്തുൻ വമസാജിദ്. ലഹുദ്ദിമത്ത് തകർക്കപ്പെടും, പൊളിക്കപ്പെടും. സവാമിഉ സന്യാസി മഠങ്ങൾ, വബിയഉൻ ക്രൈസ്തവ ദേവാലയങ്ങൾ, വസലവാത്തുൻ യഹൂദ ദേവാലയങ്ങൾ, വമസാജിദു മുസ്ലിം മസ്ജിദുകൾ, അല്ലദീ യുദ്കറു ഫീഹാ ഇസ്മുല്ലാഹി കസീറാ, ധാരാളം അല്ലാഹുവിനെ പറയപ്പെടുന്ന മസ്ജിദുകൾ. ക്രൈസ്തവ ദേവാലയങ്ങൾ, ജൂത ദേവാലയങ്ങൾ, അതുപോലെ സന്യാസി മഠങ്ങൾ, മസ്ജിദുകളൊക്കെ തകർക്കപ്പെടുന്ന അവസ്ഥ വരും. എന്നിട്ട് അല്ലാഹു പറയാണ്, പടച്ചതമ്പുരാൻ പറയാണ്, വലയൻസുറന്നല്ലാഹു മൻ യൻസുറു. ഇതാണ് ഈ ആയത്തിന്റെ കാതലായ ഭാഗം. വലയൻസുറന്നല്ലാഹു മൻ യൻസുറുഹു, തീർച്ചയായിട്ടും അല്ലാഹു സഹായിക്കും അല്ലാഹുവിനെ സഹായിച്ചവരെ. അല്ലാഹുക്ക് നമ്മുടെ ആരുടെ ഹെൽപ്പ് വേണ്ട. അവന്റെ ദീനിനെ സഹായിച്ച് അവന്റെ ആദർശത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി അച്ചടക്കത്തോടെ ഒരാൾ നിലകൊള്ളുക എന്നതാണ് അല്ലാഹുവിനെ സഹായിക്കുക എന്നുള്ളത്. കറകളഞ്ഞൊരു മുഅ്മിനായി നിന്നാല് ആ ഗ്രൂപ്പിനെ തീർച്ച അല്ലാഹു സഹായിക്കുക തന്നെ ചെയ്യും. ഇന്നല്ലാഹ ലഖവിയ്യുൻ, തീർച്ചയായിട്ടും അല്ലാഹു ശക്തനാണ്. അസീസുൻ, അവൻ പ്രതാപിയുമാണ്. കണ്ടോ? അപ്പൊ ബദറിന് പോകാൻ അനുവാദം കിട്ടിയത് നിരന്തരം യുദ്ധത്തിനിരയായി. ബി അന്നഹും ദുലിമു, അവർ മർദ്ദിതരാണ്. തീർന്നില്ല, അല്ലദീന ഉഖ്രിജൂ മിൻ ദിയാരിഹിം, പൗരത്വം നിഷേധിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഓലപ്പാമ്പല്ല, അതൊരു റിയലി വസ്തുതയായിട്ട് വന്നു, പുറത്താക്കി. ഇനിയിപ്പോ ഇതിൽ ഞാനൊന്ന് ഇടപെട്ടിട്ടില്ലെങ്കിൽ ഇവിടെ നടക്കുന്നത് ആരാധനാലയങ്ങൾ തകർക്കപ്പെടും. അതിൽ ക്രിസ്ത്യൻ ദേവാലയവും പറഞ്ഞു അതൊരു ക്രൈമാണെന്ന് പരിശുദ്ധ ഖുർആൻ. മുസ്ലിങ്ങളല്ലേ, അവിടെ ശിർക്കല്ലേ, മുട്ടുകുത്തി നിന്ന് യേശുദേവനോട് പ്രാർത്ഥിക്കല്ലേ, നമുക്കെന്നാ അല്ല, അത് ക്രൈമാണ്. ഖുർആൻ പറയുന്നു അതൊക്കെ നടക്കും, ഇവിടെ നടക്കാൻ പാടില്ല. ബുദ്ധിയുള്ള ആളുകൾ തൗഹീദിലേക്ക് വരില്ലാത്തവർക്ക് ശിർക്ക് ചെയ്യാൻ ഇവിടെ സ്വാതന്ത്ര്യം വേണം. അത് തടയപ്പെടലെന്താ? അത് തടയലെന്താണ്? ക്രൈമാണ്. ഖുർആന്റെ സ്റ്റേറ്റ്മെന്റ് ആണത്. മുഅ്മിനീങ്ങളെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ബദരീങ്ങള് അങ്ങോട്ട് ഇറങ്ങിയിട്ട് തടിയിൽ മണ്ണാകാതെ, പരിക്കേൽക്കാതെ, സ്വത്തുങ്ങട്ട് മേടിച്ചെടുത്ത് സമ്പാദിച്ച് വിജയിച്ചു പോരാൻ പോയവരല്ല. അവര് ജീവൻ കൊടുക്കാൻ പോയതാ. 313 ആളുകള് അവരെ 3 ഇരട്ടിയുള്ള സൈന്യത്തോട്, സർവായുധങ്ങളും സെറ്റപ്പുകളുമുള്ള ഒരു സൈന്യത്തോട് ഏറ്റുമുട്ടാൻ ഇറങ്ങിയപ്പോ അവരെ മനസ്സിൽ ഈ ജീവൻ അല്ലാഹ് നിനക്ക് തരിക എന്നുള്ള നിയ്യത്തിലാണ്. അവര് മാത്രല്ല, അവരെ യാത്രയാക്കിയ വീട്ടിലുള്ള പെണ്ണുങ്ങൾ, ഉമ്മമാർ, ഭാര്യമാർ ബദർ യുദ്ധരണാങ്കണത്തിലേക്ക് യാത്രയാക്കിയപ്പോ അള്ളാഹുവിനെ, എന്റെ പ്രിയതമനെ, എന്റെ പൊന്നുമോനെ, എന്റെ കെട്ടിയോനെ അള്ളാഹ്ക്ക് ഞാൻ കൊടുത്തിരിക്കുന്നു എന്ന നിലക്ക് മഹിളാരത്നങ്ങൾ യാത്രയാക്കി. സ്വഹീഹുൽ ബുഖാരിയിലതാ ബാബു മൻ ഷഹിദ ബദ്റൻ ഒരു അധ്യായം. സ്വഹീഹുൽ ബുഖാരിയുടെ ഒരു അധ്യായം എന്താണ്? ബാബു മൻ ഷഹിദ ബദ്റൻ. ബദറിൽ സാക്ഷികളായ പങ്കെടുത്ത ആളുകളെ കുറിച്ച് പറയുന്ന അധ്യായം. കുറെ ഹദീസുകൾ ഈ തലക്കെട്ടിന്റെ താഴെ ഇമാം ബുഖാരി തങ്ങൾ നിരത്തി വെച്ചിട്ടുണ്ട്. അതിലൊരു ഹദീസ് മഹാനായ ഹാരിസത്ത് റളിയല്ലാഹു അൻഹുവിന്റെ രക്തസാക്ഷ്യമാണ്. ഒന്ന് റളിയല്ലാഹു അൻഹു പറഞ്ഞ മുടക്കില്ല, നമുക്ക് വേണ്ടി ജീവൻ കൊടുത്ത ധീര രക്തസാക്ഷികളാണ് അവര്. ഒരു റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ട് അവരോടുള്ള സ്നേഹം ഒന്ന് ഉള്ളിൽ ഊട്ടി ഉറപ്പിച്ചാൽ നാളെ മഹ്ശറയില് അവരെ തണലിൽ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ ഹാരിസത്ത് ഇബ്നു സുറാഖ റളിയല്ലാഹു അൻഹു, ആ മഹാനായ ഷഹീദിന്റെ
ബദറിൽ ഷഹീദായ 14 ആളാണ്. സത്യവിശ്വാസികളുടെ പക്ഷത്ത് 14 ആൾക്കാരാണ് ഷഹീദായത്. അതിലൊരാളാണ് അൻസാരികളുടെ കൂട്ടത്തിൽ ആദ്യം ഷഹീദായ ആളാണ് ഹാരിസത്ത് ബിൻ സുറാഖ റളിയല്ലാഹു അൻഹു. എങ്ങനെ സംഭവം? ബുഖാരിയിൽ ആ ഹദീസ് ഉണ്ട്, ചരിത്രം. ഹാരിസത്ത് ചെറുപ്പക്കാരനായ പയ്യനാണ്. പ്രായപൂർത്തി എത്തിയിട്ട് ആ യുവത്വത്തിലേക്ക് എത്തിയിട്ടില്ല. കൗമാര പ്രായക്കാരനായ കൊച്ചുമോനാണ് ഹാരിസത്ത്. ഉമ്മയിട്ട് വലിയ അറ്റാച്ച്മെന്റാണ്. ബദറിലേക്ക് ഞാൻ ഉമ്മച്ചിയെ പോവാണ്, റസൂലിന്റെ കൂടെ പോവാണെന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, മോൻ പൊക്കോ, ഞാൻ അള്ളാഹ്ക്ക് മോനെ കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് യാത്രയാക്കാണ് ഹാരിസത്തിന്റെ ഉമ്മ. ഉമ്മയും ഹാരിസത്തും തമ്മിലുള്ള ബന്ധം അത്ര സാധാരണ ഒരു ഉമ്മയും മോനുള്ള ബന്ധമല്ല. ഈ ഹാരിസത്ത് ബദറിന്റെ പോർക്കളത്തിൽ വധിക്കപ്പെടുന്നു. നേർക്കുനേരെയുള്ള യുദ്ധത്തിലല്ല. പിന്നെയോ ഒരു ഹൗൽ ഉണ്ടായിരുന്നു. കുടിവെള്ളത്തിന് വേണ്ടി ഒരു ഹൗൽ അവിടെ സജ്ജീകരിച്ചിരുന്നു. ആ ഹൗലിലേക്ക് വെള്ളം കുടിക്കാൻ ഹാരിസത്ത് എന്ന ചെറുപ്പക്കാരൻ പോയപ്പോ ശത്രുവിന്റെ ഭാഗത്ത് നിന്നൊരു അമ്പ് കുതിച്ചു വരികയും മർമ്മസ്ഥാനത്തേൽക്കുകയും അവിടെ ഷഹീദാവുകയും ചെയ്യണം. ചെറുപ്പക്കാരൻ പോയി. ഈ വാർത്ത മദീനയിലെത്തി. 14 ആളാ പോയത്. ഹാരിസത്തിന്റെ ഉമ്മ കാതുകൂർപ്പിച്ച് നിൽക്ക, എന്റെ പൊന്നുമോൻ അതിലുണ്ടോന്ന് കേൾക്കുന്നു. ഹാരിസത്തും രക്തസാക്ഷിയായിട്ടുണ്ട്. ഈ വാർത്ത കേട്ട് ആ പെറ്റ തള്ള ഒരു വരവ് വരുന്നുണ്ട് അള്ളാന്റെ റസൂലിന്റെ മുന്നിലേക്ക്. ബുഖാരിയിൽ കാണാം ആ രംഗം. വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഖദ് അറഫ്ത മൻസിലത ഹാരിസത മിന്നി. ഞാനും എന്റെ പൊന്നുമോൻ ഹാരിസത്തും തമ്മിലുള്ള വൈകാരിക ബന്ധം തങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം, സ്നേഹബന്ധം തങ്ങൾക്കറിയാമല്ലോ. അവൻ വധിക്കപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട് തങ്ങളെ. ഈ യകുഫിൽ ജന്ന അസ്ബിർ വ അഹ്തസിബ്. അവൻ ബദറിന്റെ രണാങ്കണത്തിൽ വധിക്കപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അവൻ എന്നെ വിട്ടുപോയി എന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. ഈ യകുഫിൽ ജന്ന, ബദരീങ്ങളുടെ ധീര രക്തസാക്ഷികളുടെ പട്ടികയിൽ എന്റെ മോന്റെ പേരുണ്ടായിട്ട് അവന് സ്വർഗത്തിലെ മണിമാളികയുണ്ടെങ്കിൽ, അവൻ സ്വർഗത്തിൽ പാറിപ്പറക്കാൻ പോയതാണെങ്കിൽ, അസ്ബിർ വ അഹ്തസിബ്, ഞാൻ സഹിക്കും, ഞാൻ ക്ഷമിക്കും, ഞാൻ പിടിച്ചു നിൽക്കും നബിയെ. ഫഇൻ തകുനിൽ ഉഖറ, ശുഹദാക്കളുടെ ലിസ്റ്റിൽ എന്റെ പൊന്നുമോന്റെ പേരില്ലെങ്കിൽ അവൻ പോരാടാതെ വധിക്കപ്പെട്ടതാണ്, വെള്ളം കുടിക്കുന്നതിനിടയിൽ അമ്പേറ്റ് മരിച്ചതാണ് എന്നുള്ള വിധത്തിൽ രക്തസാക്ഷി പട്ടികയിൽ എന്റെ പൊന്നുമോന്റെ പേരില്ലെങ്കിൽ, ഞാൻ അങ്ങയുടെ മുന്നിൽ വെച്ച് എന്താണ് ചെയ്യുന്നതെന്ന് തങ്ങൾക്ക് കാണേണ്ടി വരും. ഞാൻ നെഞ്ചത്തടിച്ച് കരയും റസൂലേ. എന്തുമ്മ പറഞ്ഞത്? എന്റെ മകൻ മരിച്ചതിലല്ല എനിക്ക് പ്രശ്നം. എന്റെ മകൻ ശുഹദാക്കളെ ലിസ്റ്റിലുണ്ടോ ഇല്ല എനിക്കതറിയണം. അറിയണം. ഇല്ലെങ്കിൽ ഞാൻ നെഞ്ചു പൊട്ടിക്കരയും നബിയെ. ഫഖാല റസൂലുള്ളാഹ്, ആരംഭപ്പൂവായ മുത്തു മുഹമ്മദ് മുസ്തഫ തിരിഞ്ഞു നിന്ന് ഗൗരവത്തോടെ പറഞ്ഞു, വൈഹക്കി അവഹബിൽതി. വൈഹക്കി, ഉമ്മ നാശം പറയല്ലേ. അവഹബിൽതി, നിങ്ങൾക്കെന്താ ഭ്രാന്തായോ വട്ടായോ? ഇന്നഹു ഫീ ജന്നത്തിൽ ഫിർദൗസ്, നിങ്ങളുടെ മോൻ സ്വർഗങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും മുന്തിയ സ്വർഗമായ ഫിർദൗസിൽ പാറിപ്പറക്കാൻ പോയിട്ടുണ്ട്. അവൻ ഫിർദൗസിലാണുള്ളത്. ആ ധീരയായ ഉമ്മ പറഞ്ഞു, എനിക്ക് പരാതിയില്ല. ഗസ്സയുടെ തെരുവുകളിൽ ഇസ്രായേലി പട്ടാളത്തിന്റെ വെടിയുണ്ടയേറ്റ് പിടഞ്ഞു വീണ് മരിക്കുന്ന മക്കളുടെ ഉമ്മമാർ ധീരതയോടെ പറയുന്നു, അല്ലാഹു അക്ബർ. അത് ഈ ധീര സ്വഹാബി വനിതയുടെ പിൻതലമുറക്കാരാണ്. നമ്മളൊരു NRC എന്ന് കേൾക്കുമ്പോത്തിന് മുട്ടുവിറക്കി. എന്താ കൂട്ടരെ, എന്റെ ദൗത്യം അതാ. എല്ലാവരും നിങ്ങളെ പേടിപ്പിക്കാണ്, പത്രങ്ങൾ പേടിപ്പിക്കാണ്, ചാനല് പേടിപ്പിക്കാണ്, രാഷ്ട്രീയ പാർട്ടിക്കാർ പേടിപ്പിക്കാണ്. എന്തിനു പേടിക്കണം? ജനിച്ചവർക്ക് മരിക്കണ്ടേ? ഈ 18 കോടി ആൾക്കാരെ മുഴുവൻ നാട് കടത്ത ആയിക്കോട്ടെ എന്ന് നമുക്ക് പോകാനേ. ഇതാണ് ബദർ നൽകുന്ന പാഠം, സഹനം. പരീക്ഷണങ്ങൾ വരുമ്പോ സഹിക്കുക, അള്ളാഹ് പറഞ്ഞോടത്ത് നിൽക്കുക. അള്ളാഹു വിജയം തരും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ.